2019 മെയ് മാസത്തിൽ ഗുജറാത്തിലെ പട്ടാൻ ജില്ലയിലുള്ള കല്യാണ എന്ന ഗ്രാമത്തിൽ വിചിത്രമായ രോഗം ബാധിച്ച് 2 മരണങ്ങൾ നടന്നു. 32 വയസ്സുള്ള ജിഗാർ പട്ടേലും അദ്ദേഹത്തിന്റെ 14 മാസം മാത്രം പ്രായമുള്ള മകൾ മഹി പട്ടേലുമാണ് മരണപ്പെട്ടത്. ജിഗാർ പട്ടേലിനാണ് ആദ്യം അസുഖം ബാധിച്ചത്. മാസങ്ങളോളം അസുഖത്തോട് മല്ലടിച്ചിട്ടാണ് അദ്ദേഹം മരണപ്പെട്ടതെങ്കിൽ മഹി രോഗലക്ഷണങ്ങൾ കാണിച്ചു തുടങ്ങിയ അന്ന് തന്നെ മരണപ്പെടുകയായിരുന്നു. ജിഗാറിന്റെ ഭാര്യ ഭൂമി പട്ടേലിനും അസുഖം ബാധിച്ചെങ്കിലും അവർ മാത്രം മരണത്തിൽ നിന്നും കഷ്ടിച്ച് രക്ഷപ്പെട്ടു. പക്ഷേ ഈ മരണങ്ങൾ നടന്ന് 5 ദിവസത്തിനുള്ളിൽ ഈ കേസിൽ ഒരു ട്വിസ്റ്റ് ഉണ്ടായി. നടന്നിരിക്കുന്നത് സാധാരണ മരണങ്ങളായിരുന്നില്ല, വെൽ പ്ലാൻഡ് മർഡേഴ്സ് ആയിരുന്നു. ജിഗാർ പട്ടേലിന്റെ അച്ഛൻ നരേന്ദ്ര പട്ടേലിന്റെ മനസ്സിൽ തോന്നിയ ഒരു സംശയമാണ് ഇതൊരു കൊലപാതകമാണെന്ന് കണ്ടെത്താൻ കാരണമായത്. ആരായിരുന്നു ജിഗാർ പട്ടേലിനെയും മഹി പട്ടേലിനെയും കൊലപ്പെടുത്തിയത്? എന്തായിരുന്നു കൊലപാതകങ്ങളുടെ മോട്ടീവ്? കില്ലർ ഇതൊരു വിചിത്രമായ അസുഖമാണെന്ന് തോന്നിപ്പിക്കും വിധം കൊലപാതകങ്ങൾ പ്ലാൻ ചെയ്ത് നടപ്പിലാക്കിയത് എങ്ങനെയാണ്? നമ്മുടെ ഇൻവെസ്റ്റിഗേഷൻ ഇവിടെ ആരംഭിക്കുന്നു. വെൽക്കം ബാക്ക്. ഗുജറാത്തിലെ പട്ടാൻ ജില്ലയിലുള്ള കല്യാണ എന്ന ഗ്രാമത്തിലെ അറിയപ്പെടുന്ന സാമ്പത്തികമായി മുന്നിൽ നിൽക്കുന്ന ഒരു കുടുംബമായിരുന്നു പട്ടേൽ കുടുംബം. കുടുംബനാഥനായ നരേന്ദ്ര പട്ടേലിന് അഹമ്മദാബാദിൽ ഒരു സ്റ്റീൽ കമ്പനിയുണ്ട്. അത്യാവശ്യം അറിയപ്പെടുന്നൊരു ബിസിനസ്സുകാരനാണ് അദ്ദേഹം. ഭാര്യ മധുബിൻ പട്ടേൽ, മകൻ ജിഗാർ പട്ടേൽ, മകൾ കിനാരി പട്ടേൽ. ഇത്രയും പേരടങ്ങുന്നതായിരുന്നു പട്ടേൽ കുടുംബം. അങ്ങനെയിരിക്കെ ജിഗാർ ഭൂമി പട്ടേലിനെ വിവാഹം കഴിച്ചു. 1 വർഷത്തിനു ശേഷം അവർക്കൊരു മകൾ ജനിച്ചു, മഹി പട്ടേൽ. പിതാവിനെ സഹായിക്കുന്നതിനായി ജിഗാർ ബിസിനസ്സിലേക്ക് ഇറങ്ങിയപ്പോൾ പഠനം പൂർത്തിയാക്കിയ മകൾ കിനാരി പട്ടേൽ ഒരു ഡെന്റിസ്റ്റായി ജോലി ചെയ്യാൻ തുടങ്ങി. മൊത്തത്തിൽ ആ കുടുംബത്തിലെ എല്ലാവരും എഡ്യൂക്കേറ്റഡ് ആയിരുന്നു. ഉയർന്ന സാമ്പത്തിക സ്ഥിതി ഉള്ളതുകൊണ്ട് തന്നെ അവരുടെ ജീവിതം സന്തോഷം നിറഞ്ഞതുമായിരുന്നു. എന്നാൽ ആ സന്തോഷങ്ങൾക്കൊന്നും അധികം ആയുസ്സുണ്ടായിരുന്നില്ല. 2018 ഒക്ടോബർ മാസത്തോടുകൂടി 32 വയസ്സുള്ള ആരോഗ്യവാനായ ജിഗാർ പട്ടേൽ അസുഖബാധിതനായി. തൊണ്ട വരണ്ടു പോകുന്നതും ശരീരത്തിൽ ഒരു പ്രത്യേക അസ്വസ്ഥത അനുഭവപ്പെടുന്നതുമായിരുന്നു അസുഖത്തിന്റെ തുടക്കം. അത് പിന്നീട് അപസ്മാരമായി മാറി. ക്രമേണ കാഴ്ചശക്തിയും കുറഞ്ഞു വന്നു. ഭക്ഷണം കഴിക്കാനുള്ള താല്പര്യം കുറഞ്ഞതോടെ ജിഗാർ പട്ടേൽ മെലിഞ്ഞുണങ്ങി, ആരോഗ്യം ക്ഷയിച്ചു. നരേന്ദ്ര പട്ടേൽ അഹമ്മദാബാദിലെ ഏറ്റവും മികച്ച ഡോക്ടർമാരുടെ സേവനമാണ് മകന് വേണ്ടി ലഭ്യമാക്കിയത്. അവർ നിരവധി പരിശോധനകൾ നടത്തിയിട്ടും ജിഗാറിന്റെ അസുഖമെന്താണെന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല. പരിശോധനാ ഫലങ്ങളെല്ലാം നോർമലായിരുന്നു. അതായത് ജിഗാറിന് മാരകമായ എന്തെങ്കിലും രോഗമുള്ളതായി കണ്ടെത്താനായില്ല. പക്ഷേ അദ്ദേഹത്തിൽ കണ്ടുവരുന്ന രോഗലക്ഷണങ്ങൾ ഡോക്ടേഴ്സ് മുൻപൊരിക്കലും കണ്ടിട്ടില്ലാത്തത്ര വിചിത്രമായിരുന്നു. ഭാവിയെക്കുറിച്ച് വലിയ പ്രതീക്ഷകളുള്ള ഒരു ചെറുപ്പക്കാരൻ. വിവാഹ ജീവിതം തുടങ്ങിയിട്ട് അധികമായിട്ടില്ല. 1 വയസ്സ് മാത്രം പ്രായമുള്ള മകളാണുള്ളത്. അതുകൊണ്ട് തന്നെ ജിഗാറിന്റെ ആരോഗ്യം ക്ഷയിച്ചതും അതിന്റെ കാരണം കണ്ടെത്താൻ കഴിയാത്തതും അദ്ദേഹത്തിന്റെ കുടുംബത്തിന് വലിയ ഷോക്കായിരുന്നു. കുറച്ച് ദിവസങ്ങൾ കൂടി കഴിഞ്ഞതും ജിഗാറിന്റെ ആരോഗ്യം ഒന്നുകൂടി വഷളാവാൻ തുടങ്ങി. ഡോക്ടേഴ്സ് നൽകുന്ന മരുന്നുകളൊന്നും അദ്ദേഹത്തിന്റെ ശരീരത്തിൽ പ്രവർത്തിക്കാതായതോടെ ക്ഷീണം കൂടിക്കൂടി വന്നു. തൊണ്ട ഇടയ്ക്കിടെ വരണ്ടുണങ്ങി. അതിനാൽ അദ്ദേഹം ഒരു കുപ്പി ഗ്ലൂക്കോസ് വെള്ളം എപ്പോഴും കയ്യിൽ കരുതുമായിരുന്നു. അദ്ദേഹത്തിന്റെ അവസ്ഥ കണ്ട് കുടുംബാംഗങ്ങളെല്ലാം വളരെയധികം ആശങ്കാകുലരായി. ഗുജറാത്തിലെ നിരവധി പ്രമുഖ ഹോസ്പിറ്റലുകളിൽ മാറി മാറി ചികിത്സിച്ചിട്ടും ഒരു പരിശോധനയിലും യഥാർത്ഥ രോഗം എന്താണെന്ന് കണ്ടെത്താനായില്ല. രോഗനിർണയം നടത്താൻ കഴിയാതെ വന്നതോടെ ഡോക്ടർമാരുൾപ്പെടെ നിരാശരായി. ഇതേ രീതിയിൽ 8 മാസങ്ങൾ കടന്നുപോയി. 2019 മെയ് 9 അന്ന് നരേന്ദ്ര പട്ടേലിന്റെ കുടുംബം ഒരു യാത്ര പോകുന്നു. ജിഗാറിന്റെ അസുഖം മാറുന്നതിന് വേണ്ടിയുള്ള ചില പ്രാർത്ഥനകൾ നടത്താനായി ഒരു ക്ഷേത്ര ദർശനം നടത്താൻ അവർക്ക് പ്ലാൻ ഉണ്ടായിരുന്നു. അതിനാൽ അദ്ദേഹത്തിന്റെ ഭാര്യ ഭൂമി പട്ടേലും മകൾ മഹിയും ഉൾപ്പെടെ ആ യാത്രയുടെ ഭാഗമായി. എന്നാൽ ക്ഷീണിതനായ ജിഗാർ പട്ടേലിനെ വീട്ടിലിരുത്തിയാണ് അവർ പോയത്. അദ്ദേഹത്തിന് കൂട്ടായി സഹോദരി കിനാരി പട്ടേലും വീട്ടിലിരുന്നു. കുടുംബം യാത്ര പുറപ്പെട്ട് മണിക്കൂറുകൾ കഴിഞ്ഞതും ജിഗാറിന്റെ ശാരീരിക അസ്വസ്ഥത ക്രമാതീതമായി വർദ്ധിച്ചു. ഈ കാഴ്ച കണ്ട കിനാരി പട്ടേൽ ശരിക്കും പേടിച്ചു.
എന്തു ചെയ്യണമെന്നറിയാതിരുന്ന അവൾ കയ്യിലുണ്ടായിരുന്ന ഒരു പെയിൻ കില്ലർ ടാബ്ലറ്റ് ജിഗാറിന് കഴിക്കാനായി കൊടുത്തു. പക്ഷേ അദ്ദേഹം അത് കഴിക്കാൻ വിസമ്മതിക്കുകയും തന്നെ എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോവാൻ സഹോദരിയോട് പറയുകയും ചെയ്തു. ഈ സമയത്താണ് മറ്റൊരു പ്രശ്നമുണ്ടായത്. ജിഗാറിന്റെ കാർ കീ കാണാതായി. അദ്ദേഹം കീ തിരഞ്ഞുകൊണ്ടിരിക്കുന്നതിനിടയിൽ ഒരു താൽക്കാലിക ആശ്വാസത്തിനായി കിനാരി പട്ടേൽ കൊടുത്ത ആ പെയിൻ കില്ലർ ടാബ്ലറ്റ് എടുത്തു കഴിച്ചു. ആ മരുന്ന് കഴിച്ചതോടെ അദ്ദേഹത്തിന്റെ നില ഒന്നുകൂടി വഷളായി. ജിഗാർ പട്ടേൽ നെഞ്ചുവേദന കാരണം തളർന്നു വീണു. ഉടനടി കിനാരി പട്ടേൽ കാറിന്റെ താക്കോൽ എവിടെയാണെന്ന് ചോദിക്കാനായി ഭൂമിയെ വിളിച്ചു. അവളുടെ ഇടറിയ ശബ്ദം കേട്ടപ്പോൾ തന്നെ ജിഗാറിന് എന്തോ അത്യാഹിതം സംഭവിച്ചിട്ടുണ്ട് എന്ന് ഭൂമിക്ക് മനസ്സിലായി. അവർ ഉടനടി വീട്ടിലേക്ക് തിരിച്ചു. ഇതേ സമയം കിനാരി പട്ടേൽ മറ്റൊരു വാഹനം അറേഞ്ച് ചെയ്ത് ജിഗാറിനെ ഹോസ്പിറ്റലിൽ എത്തിച്ചു. എന്നാൽ ഹോസ്പിറ്റൽ എത്തുന്നതിന് മുൻപ് തന്നെ അദ്ദേഹം മരണപ്പെട്ടു കഴിഞ്ഞിരുന്നു. ഈ വാർത്ത കേട്ട ഭൂമി പട്ടേൽ തളർന്നു വീണു. മകൻ മരിച്ചു എന്ന് നരേന്ദ്ര പട്ടേലിനും മധുബിൻ പട്ടേലിനും വിശ്വസിക്കാനേ കഴിഞ്ഞില്ല. ജിഗാറിനെ മരണത്തിലേക്ക് തള്ളിവിട്ട അസുഖമെന്താണെന്ന് കണ്ടെത്താൻ കഴിയാത്തതാണ് അവരെ ഏറ്റവും കൂടുതൽ വിഷമിപ്പിച്ചത്. അത് കണ്ടെത്തുന്നതിനായി ജിഗാറിന്റെ മൃതദേഹം പോസ്റ്റ്മോർട്ടം നടത്തണമെന്ന് ഡോക്ടേഴ്സ് പറഞ്ഞെങ്കിലും നരേന്ദ്ര പട്ടേൽ അതിന് സമ്മതിച്ചില്ല. ജീവിച്ചിരിക്കുമ്പോൾ കണ്ടെത്താൻ കഴിയാത്തത് മരിച്ചതിനു ശേഷം കണ്ടെത്തിയിട്ട് എന്തു കാര്യം? അതിനാൽ മകന്റെ ശരീരം വെട്ടിമുറിച്ച് വികൃതമാക്കാൻ പറ്റില്ല എന്ന് അദ്ദേഹം തറപ്പിച്ചു പറഞ്ഞു. കഴിഞ്ഞ കുറെ മാസങ്ങളായി ജിഗാർ രോഗിയായിരുന്നുവെന്നും അദ്ദേഹത്തിന്റെ ബലഹീനത ഹൃദയാഘാതത്തിലേക്ക് നയിച്ചിരിക്കാമെന്നുമുള്ള നിഗമനത്തിന്റെ പുറത്ത് ഡെഡ് ബോഡി പോസ്റ്റ്മോർട്ടം നടത്താതെ കുടുംബത്തിന് കൈമാറി. ഒരുപക്ഷെ ആ പോസ്റ്റ്മോർട്ടം നടന്നിരുന്നുവെങ്കിൽ ജിഗാറിന്റെ മരണകാരണം കണ്ടെത്താൻ കഴിയുമായിരുന്നു എന്ന് മാത്രമല്ല, മറ്റൊരു മരണം കൂടി ഒഴിവാക്കാമായിരുന്നു. വരാനിരിക്കുന്ന അപകടത്തെക്കുറിച്ച് അറിയാതെയാണ് നരേന്ദ്ര പട്ടേൽ പോസ്റ്റ്മോർട്ടത്തെ എതിർത്തത്. അങ്ങനെ ജിഗാറിന്റെ അന്ത്യകർമ്മങ്ങൾ നടന്നു. ദിവസങ്ങൾ കടന്നുപോയി. ആ വീട് മുഴുവൻ ദുഃഖം നിറഞ്ഞു നിന്നു. എന്നാൽ ജിഗാറിന്റെ മരണം നടന്ന് 25 ദിവസങ്ങൾക്ക് ശേഷം അദ്ദേഹത്തിന്റെ ഭാര്യ ഭൂമി പട്ടേലിനും വിചിത്രമായ ആ അസുഖം ബാധിച്ചത് എല്ലാവരെയും ഒരുപോലെ ഞെട്ടിച്ചു. ഇനിയൊരു മരണം കൂടി താങ്ങാൻ കഴിയാത്തത് കൊണ്ട് തന്നെ അവർ ഭൂമിയെ ഉടനടി ഹോസ്പിറ്റലിൽ പ്രവേശിപ്പിച്ചു. ആ ദിവസം തന്നെ മഹി പട്ടേലിനും അസുഖം ബാധിച്ചു. 14 മാസം മാത്രം പ്രായമുള്ള ആ പിഞ്ചു കുഞ്ഞിനും അപസ്മാരം വന്നതോടെയാണ് അവളും അസുഖബാധിതയാണ് എന്ന് എല്ലാവരും തിരിച്ചറിഞ്ഞത്. ഇതോടെ ഭൂമി പട്ടേലിനെ അഡ്മിറ്റ് ചെയ്തിരിക്കുന്ന അതേ ഹോസ്പിറ്റലിലേക്ക് മഹിയെയും എത്തിച്ചു. എന്നാൽ ഹോസ്പിറ്റൽ എത്തുന്നതിന് മുൻപ് തന്നെ ആ കുഞ്ഞ് മരിച്ചു കഴിഞ്ഞിരുന്നു. സ്വന്തം മകൾ മരിച്ചതറിയാതെ ഭൂമി പട്ടേൽ അത്യാഹിത വിഭാഗത്തിൽ മരണത്തോട് മല്ലടിക്കുകയായിരുന്നു. ഭൂമിയെ രക്ഷിച്ചെടുക്കാൻ ഡോക്ടർമാർ പരമാവധി ശ്രമിച്ചുകൊണ്ടിരുന്നു. അവൾക്ക് മികച്ച ചികിത്സ തന്നെ നൽകി. ക്രമേണ ഭൂമിയുടെ അവസ്ഥ മെച്ചപ്പെട്ടു തുടങ്ങി. ഇത്രയും ദുരൂഹമായ സാഹചര്യങ്ങളുണ്ടായിട്ടും മഹി പട്ടേലിന്റെ പോസ്റ്റ്മോർട്ടം നടത്താനും നരേന്ദ്ര പട്ടേൽ സമ്മതിച്ചില്ല. ഇത് എല്ലാവർക്കും വിചിത്രമായി തോന്നി. മഹിയുടെ മരണാനന്തര ചടങ്ങുകൾ കഴിഞ്ഞ് കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ഭൂമി പട്ടേൽ ഹോസ്പിറ്റലിൽ നിന്നും ഡിസ്ചാർജായി. ഭർത്താവിന്റെയും ഏക മകളുടെയും മരണം ഭൂമിയെ വല്ലാതെ തളർത്തിയിരുന്നു. ഭൂമിയെ മാത്രമല്ല, ആ കുടുംബത്തെ മുഴുവൻ. എന്നും ആത്മവിശ്വാസത്തോടെ മാത്രം സംസാരിക്കാറുള്ള ചുറുചുറുക്കുള്ള ഒരു ബിസിനസ്സുകാരനായിരുന്നു നരേന്ദ്ര പട്ടേൽ. ഈ മരണങ്ങൾക്ക് ശേഷം അദ്ദേഹം ഒരു വിഷാദ രോഗിയായി മാറി. പക്ഷേ ഈ വിഷാദങ്ങൾക്കിടയിലും അദ്ദേഹത്തിന്റെ മനസ്സിൽ ചില ചോദ്യങ്ങൾ ഉയർന്നു വന്നു. ആ ചോദ്യങ്ങളാണ് ഇതൊരു കൊലപാതകമാണെന്ന് തെളിയിച്ചതും കൊലയാളിയെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരാൻ സഹായിച്ചതും. ആ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം തേടുന്നതിന് മുൻപായി അദ്ദേഹം ഒരു കാര്യം ചെയ്തു. തന്റെ മരുമകൾ ഭൂമി പട്ടേലിനെ അവളുടെ പാരൻസിന്റെ വീട്ടിലേക്ക് പറഞ്ഞയച്ചു. ഈ വീട്ടിൽ താമസിക്കുന്നത് നിന്റെ മനസ്സിൽ ജിഗാറിനെ കുറിച്ചും മഹിയെക്കുറിച്ചുമുള്ള ചിന്തകൾ അധികമാക്കുമെന്നും അത് നിന്റെ ദുഃഖം വർദ്ധിപ്പിക്കാൻ മാത്രമേ സഹായിക്കൂ എന്നും അതിനാൽ എല്ലാം ഓക്കെ ആവുന്നതുവരെ പാരൻസിന്റെ കൂടെ പോയി താമസിക്കൂ എന്നും പറഞ്ഞാണ് നരേന്ദ്ര പട്ടേൽ ഭൂമിയെ അവളുടെ വീട്ടിലേക്ക് പറഞ്ഞയച്ചത്. എന്നാൽ യഥാർത്ഥ കാരണം അതായിരുന്നില്ല. ഭൂമി ഇനിയും ഈ വീട്ടിൽ താമസിച്ചാൽ അവളും മരണപ്പെടുമെന്ന് അദ്ദേഹം ഭയപ്പെട്ടിരുന്നു. അതായത് ജിഗാറും മഹിയും മരണപ്പെട്ടതിനെ തുടർന്ന് ആ കുടുംബത്തിലെ എല്ലാവരും വിഷമിച്ച് നടക്കുമ്പോൾ ഒരാൾക്ക് മാത്രം ഒരു വിഷമവുമില്ലാത്തതായി നരേന്ദ്ര പട്ടേലിന് തോന്നി. അത് മറ്റാരുമായിരുന്നില്ല, അദ്ദേഹത്തിന്റെ മകൾ കിനാരി പട്ടേലായിരുന്നു.
അവൾ എപ്പോഴും സുഹൃത്തുക്കളുമായി ഫോണിൽ സംസാരിച്ചും ചിരിച്ചും കളിച്ചും ഹാപ്പിയായി നടക്കുന്നു. ഫ്രണ്ട്സിനോടൊപ്പം പുറത്ത് കറങ്ങാൻ പോകുന്നു. സ്വന്തം സഹോദരനും മരുമകളും നഷ്ടപ്പെട്ടതിൽ അവൾക്ക് ഒരു ദുഃഖവുമുള്ളതായി തോന്നുന്നില്ല. അദ്ദേഹത്തിന് ഇങ്ങനെയൊരു സംശയം തോന്നാൻ മറ്റൊരു കാരണം കൂടിയുണ്ടായിരുന്നു. ഭൂമി പട്ടേലിന് അസുഖം വന്ന ദിവസം എല്ലാവരും ചേർന്ന് അവളെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോവാൻ പരക്കം പായുന്ന സമയത്ത് കിനാരിയുടെ മുഖത്ത് ഒരു വിഷമമോ പിരിമുറുക്കമോ ഉണ്ടായിരുന്നില്ല. പകരം ഭൂമി കഷ്ടപ്പെടുന്നത് കണ്ട് അവൾ ചിരിക്കുന്നത് അദ്ദേഹം ശ്രദ്ധിച്ചു. കഴിഞ്ഞ കുറേ ദിവസങ്ങളായി നരേന്ദ്ര പട്ടേൽ ഇതിനെക്കുറിച്ച് തന്നെയാണ് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഒടുവിൽ മരുമകളെ വീട്ടിലേക്ക് പറഞ്ഞയച്ചതിനു ശേഷം അദ്ദേഹം മകളോട് നേരിട്ട് കാര്യം ചോദിച്ചു. നിന്റെ സഹോദരന്റെയും മരുമകളുടെയും മരണത്തിൽ നിനക്ക് ദുഃഖമൊന്നുമില്ലേ? അതോ അവരുടെ മരണത്തിന് പുറകിൽ നീ തന്നെയാണോ? സ്വന്തം പിതാവിന്റെ ഈ ചോദ്യങ്ങൾക്ക് മുന്നിൽ ഒട്ടും പതറാതെ ഒരു കൂസലുമില്ലാതെ നിന്ന കിനാരി പട്ടേൽ അദ്ദേഹത്തിന്റെ കണ്ണുകളിലേക്ക് നോക്കി ഒരു മടിയും കൂടാതെ ആ സത്യം വിളിച്ചു പറഞ്ഞു. അച്ഛാ, നിങ്ങൾ പറഞ്ഞത് ശരിയാണ്. ഞാൻ തന്നെയാണ് ജിഗാറിനെയും മഹിയെയും കൊന്നത്. അടുത്തതായി കൊല്ലപ്പെടാൻ പോകുന്നത് ഭൂമി പട്ടേലായിരുന്നു. പക്ഷേ നിങ്ങൾ അവളെ വീട്ടിലേക്ക് പറഞ്ഞയച്ച് രക്ഷപ്പെടുത്തി. ഇനി അവൾ തിരിച്ചു വന്നാൽ ഉറപ്പായും മരണപ്പെടും. മകളുടെ ഈ വെളിപ്പെടുത്തൽ കേട്ട നരേന്ദ്ര പട്ടേൽ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിത്തരിച്ചുപോയി. അദ്ദേഹത്തിന്റെ ഹൃദയം തകർന്നു. വളരെ നേരം തലയിൽ കൈവച്ചിരുന്ന അദ്ദേഹത്തിന്റെ മനസ്സിലേക്ക് മറ്റു ചില ചോദ്യങ്ങൾ കൂടി ഉയർന്നു വന്നു. ഒരു അച്ഛൻ എന്ന നിലയിൽ താനിനി എന്ത് ചെയ്യണമെന്നതായിരുന്നു പ്രധാന ചോദ്യം. തന്റെ മകനും ചെറുമകളും കൊല ചെയ്യപ്പെട്ടു. അതിനുത്തരവാദി സ്വന്തം മകളും. ഇത്തരമൊരു സാഹചര്യത്തിൽ മകനും ചെറുമകൾക്കും നീതി ലഭിക്കുന്നതിനായി പോരാടണോ, അതോ ഇനി ആകെയുള്ള മകളെ ജയിലിലേക്ക് പറഞ്ഞയക്കാതെ രക്ഷിക്കണോ? നരേന്ദ്ര പട്ടേൽ ചിന്തിച്ചു. ഒടുവിൽ അദ്ദേഹം ഒരു തീരുമാനത്തിലേക്കെത്തി. മകനും ചെറുമകൾക്കും നീതി ലഭിക്കണം. അങ്ങനെ മഹി പട്ടേൽ മരിച്ച് 5 ദിവസത്തിന് ശേഷം നരേന്ദ്ര പട്ടേൽ പട്ടാൻ ജില്ലയിലെ ബി ഡിവിഷൻ പോലീസ് സ്റ്റേഷനിൽ പോയി മകൾ കിനാരി പട്ടേലിനെതിരെ ഒരു പരാതി നൽകി. ഇതേ തുടർന്ന് പോലീസ് അവളെ അറസ്റ്റ് ചെയ്തു. തുടർന്ന് നടന്ന ചോദ്യം ചെയ്യലിൽ ഒരു കൂസലുമില്ലാതെ അവൾ കുറ്റസമ്മതം നടത്തി. ഇനി അറിയേണ്ടത് കൊലപാതകങ്ങളുടെ മോട്ടീവാണ്. ജിഗാർ പട്ടേൽ, കിനാരി പട്ടേൽ 2 സഹോദരങ്ങളും കുട്ടിക്കാലം മുതൽ ഒരുമിച്ച് കളിച്ചു വളർന്നവരാണ്. പരസ്പരം ഒത്തിരി സ്നേഹിച്ചവർ. പാരൻസ് ഒരിക്കലും അവരോട് വിവേചനം കാണിച്ചിട്ടില്ല. ജിഗാർ പഠനം പൂർത്തിയാക്കിയ ശേഷം വീട്ടിലെ എല്ലാ ഉത്തരവാദിത്തങ്ങളും ഏറ്റെടുത്തു. പിതാവിനെ ബിസിനസ്സിൽ സഹായിക്കാൻ തുടങ്ങി. കിനാരി പട്ടേൽ പഠനം പൂർത്തിയാക്കി ഒരു ഡെന്റിസ്റ്റായി. പുറമേ നിന്നും നോക്കുമ്പോൾ എല്ലാം നോർമലായിരുന്നു. എന്നാൽ കിനാരി പട്ടേലിന്റെ മനസ്സിൽ ഒരു അപഹർഷതാബോധം വളരുന്നത് ആരും ശ്രദ്ധിച്ചില്ല. വീട്ടിൽ തനിക്ക് അർഹിച്ച പരിഗണന ലഭിക്കുന്നില്ലെന്ന് അവൾക്ക് തോന്നിത്തുടങ്ങി. മാതാപിതാക്കൾ തനിക്ക് വലിയ പ്രാധാന്യം നൽകുന്നില്ല. കുടുംബത്തിലെ എല്ലാവരും തന്നെ അവഗണിക്കുന്നു. ഇങ്ങനെയുള്ള ചിന്തകൾ കാരണം ക്രമേണ തന്റെ സഹോദരനോടുള്ള തെറ്റിദ്ധാരണകളും അസൂയകളും അവളുടെ മനസ്സിൽ വളർന്നു തുടങ്ങി. എല്ലാവരും ജിഗാറിനാണ് മുൻഗണന നൽകുന്നത്. അവൻ ഭൂമി പട്ടേലിനെ വിവാഹം കഴിച്ചതോടുകൂടി തന്റെ പ്രാധാന്യം ഒന്നുകൂടി കുറഞ്ഞു. കാരണം ഭൂമി പട്ടേലും ഒരു ഡെന്റിസ്റ്റാണ്. തന്റെ വിവാഹം കൂടി നടന്നു കഴിഞ്ഞാൽ ഈ വീട്ടിൽ ഞാൻ അന്യയായിരിക്കും. പോരാത്തതിന് അച്ഛന്റെ കോടിക്കണക്കിന് വരുന്ന സ്വത്തിൽ നിന്നും തനിക്ക് ലഭിക്കാൻ പോകുന്നത് തുച്ഛമായ തുക മാത്രമായിരിക്കും. ഇങ്ങനെയുള്ള ചിന്തകൾ കാരണം കിനാരി പട്ടേലിന്റെ മനസ്സ് സംഘർഷഭരിതമായി. അവൾക്ക് തന്റെ സഹോദരനോടും സഹോദരന്റെ ഭാര്യയോടുമുള്ള വെറുപ്പും അസൂയയും വർദ്ധിച്ചു വന്നു. പക്ഷേ ഇതൊന്നും ആരും അറിയുന്നുണ്ടായിരുന്നില്ല. പിതാവിന്റെ സ്വത്തിന്റെ കാര്യത്തിൽ അത്യാഗ്രഹിയായി മാറിയ കിനാരി പട്ടേൽ ജിഗാറിനെയും ഭൂമിയെയും ഇല്ലാതാക്കിയാൽ മുഴുവൻ സ്വത്തിന്റെയും ഏക അവകാശി താനായിരിക്കുമെന്ന് ചിന്തിച്ചു. എന്നാൽ പ്രധാന പ്രശ്നം പിടിക്കപ്പെടാതെ എങ്ങനെ കൊലപാതകങ്ങൾ നടത്താമെന്നുള്ളതായിരുന്നു. അവൾ ഒരു ഡോക്ടറായിരുന്നതിനാൽ നിരവധി രാസവസ്തുക്കളെക്കുറിച്ച് അറിവുണ്ടായിരുന്നു. അവയെല്ലാം ഉപയോഗിച്ചാൽ പിടിക്കപ്പെടാനുള്ള സാധ്യത കൂടുതലാണ്. അങ്ങനെയാണ് ചില സസ്യങ്ങളിൽ സ്ലോ പോയിസൺ അടങ്ങിയിട്ടുണ്ട് എന്നും അവ മനുഷ്യ ശരീരങ്ങളിൽ സാവധാനത്തിൽ പ്രവർത്തിച്ച് അവയവങ്ങളിൽ കേടുപാടുകൾ വരുത്തുമെന്നുമുള്ള ഒരു ഇൻഫർമേഷൻ അവൾക്ക് ലഭിച്ചത്. അതിൽ തന്നെ ഏത് സസ്യങ്ങളാണ് വേഗത്തിൽ പ്രവർത്തിക്കുന്നത് എന്ന് കണ്ടെത്താൻ കിനാരി പട്ടേൽ വിഷസസ്യങ്ങളെക്കുറിച്ച് ഒരു ഗവേഷണം തന്നെ നടത്തി. അങ്ങനെ അവൾ ഒരു ചെടി കണ്ടെത്തി. ആ ചെടിയുടെ വിത്തുകൾ ഒരു സ്ലോ പോയിസൺ ആണ്. സുരക്ഷാ കാരണങ്ങളാൽ ആ ചെടി ഏതാണെന്ന് മാത്രം ഞാൻ പറയുന്നില്ല. തുടക്കത്തിൽ ജിഗാറിനെയും ഭൂമിയെയും പതിയെ പതിയെ കൊല്ലാനാണ് അവൾ ചിന്തിച്ചത്.
അവർ ഗുരുതരമായ ഒരു രോഗം മൂലമാണ് മരിച്ചതെന്ന് എല്ലാവരും വിശ്വസിക്കണമായിരുന്നു. അവരിൽ ആരെങ്കിലും പെട്ടെന്ന് മരിച്ചാൽ പോലും കുടുംബത്തിന് സംശയമുണ്ടാവും. അതിനാൽ സംശയത്തിനുള്ള ഇട നൽകാതെ വേണം കൊലപാതകങ്ങൾ നടത്താൻ. അങ്ങനെ കിനാരിയുടെ പരിചയക്കാരനായ ഒരു ഓട്ടോ ഡ്രൈവർ മുഖേന അവൾ ആ ചെടിയുടെ വിത്തുകൾ സംഘടിപ്പിച്ചു. ആദ്യം അവൾ തന്റെ സഹോദരൻ ജിഗാർ പട്ടേലിന് വിഷം കൊടുക്കാൻ തുടങ്ങി. അവൻ ജോലി കഴിഞ്ഞ് വീട്ടിലേക്ക് മടങ്ങിയെത്തുമ്പോഴെല്ലാം കിനാരി പട്ടേൽ അവനായി കുറച്ച് തിളപ്പിച്ച വെള്ളം തയ്യാറാക്കി വെക്കുമായിരുന്നു. യഥാർത്ഥത്തിൽ അത് ആ വിഷസസ്യത്തിന്റെ വിത്തിട്ട് തിളപ്പിച്ച വെള്ളമായിരുന്നു. ആ വെള്ളം സ്ഥിരമായി കുടിക്കാൻ തുടങ്ങി ദിവസങ്ങൾക്ക് ശേഷം ജിഗാർ പട്ടേലിന്റെ ആരോഗ്യം വഷളാവാൻ തുടങ്ങി. കുടുംബം അദ്ദേഹത്തെ പ്രമുഖരായ പല ഡോക്ടർമാരെയും കാണിച്ചെങ്കിലും അവർക്കൊന്നും അദ്ദേഹത്തിന്റെ രോഗം നിർണയിക്കാൻ കഴിഞ്ഞില്ല. ജിഗാറിന്റെ തൊണ്ട പലപ്പോഴും വരണ്ടു പോകുമായിരുന്നതിനാൽ അദ്ദേഹം കയ്യിലൊരു കുപ്പി ഗ്ലൂക്കോസ് വെള്ളം എപ്പോഴും കൊണ്ടു നടക്കുമായിരുന്നു. പക്ഷേ ആ ഗ്ലൂക്കോസ് വെള്ളം തയ്യാറാക്കി കൊടുക്കുന്നതും കിനാരി പട്ടേലായിരുന്നു. എനർജിക്കായി ഗ്ലൂക്കോസ് വെള്ളമാണെന്ന് കരുതി ജിഗാർ പട്ടേൽ കുടിച്ച വെള്ളം യഥാർത്ഥത്തിൽ വിഷം കലർന്ന വെള്ളമായിരുന്നു. ഇത് അദ്ദേഹത്തിന്റെ അവസ്ഥ വഷളാക്കി. മാസങ്ങൾ കഴിഞ്ഞിട്ടും ജിഗാർ ക്ഷീണിക്കുന്നതല്ലാതെ മരണപ്പെടുന്നില്ല എന്നുള്ളത് കിനാരിയുടെ ക്ഷമ നശിപ്പിച്ചു. അങ്ങനെ 2019 മാർച്ചിൽ അവൾ പൊട്ടാസ്യം സയനൈഡ് വാങ്ങാൻ തീരുമാനിച്ചു. പ്രധാന തടസ്സം എന്താണെന്ന് വെച്ചാൽ സയനൈഡ് എളുപ്പത്തിൽ വാങ്ങാൻ കഴിയില്ല എന്നുള്ളതാണ്. സ്വർണം ക്ലീൻ ചെയ്യാനും പോളിഷ് ചെയ്യാനും മറ്റുമായി ഉപയോഗിക്കുന്നതിനാൽ ഇത് ജ്വല്ലറികളിൽ ലഭ്യമാണ്. അതിനാൽ സ്ഥലത്തെ 1-2 ജ്വല്ലറിക്കാരുമായി സൗഹൃദത്തിലായ കിനാരി പട്ടേൽ തന്ത്രപൂർവം കുറച്ച് സയനൈഡ് കരസ്ഥമാക്കി. ഇപ്പോൾ 2 പേരെ കൊല്ലാൻ ആവശ്യമായ സയനൈഡ് അവളുടെ കൈവശമുണ്ട്. അവളത് ഒഴിഞ്ഞ ക്യാപ്സ്യൂളുകളിൽ നിറച്ച് പറ്റിയ ഒരു അവസരത്തിനായി കാത്തിരുന്നു. കഴിഞ്ഞ കുറേ മാസങ്ങളായി ജിഗാർ പട്ടേൽ മരിക്കുന്നതും കാത്തിരുന്ന അവൾക്ക് തന്റെ സഹോദരനോട് ഒരു ദയയും തോന്നിയില്ല. അതിനാൽ അവനെ വേഗത്തിൽ കൊല്ലാൻ അവൾ ആഗ്രഹിച്ചു. അങ്ങനെ അവൾ കാത്തിരുന്ന ആ ദിവസം വന്നു. 2019 മെയ് 4. അന്ന് ജിഗാറിന്റെ അസുഖം മാറുന്നതിന് വേണ്ടിയുള്ള പ്രാർത്ഥനകൾക്കായി നരേന്ദ്ര പട്ടേൽ, ഭാര്യ മധുബൻ പട്ടേൽ, ഭൂമി, മഹി എന്നിവർ ചേർന്ന് ക്ഷേത്ര ദർശനം നടത്തുന്നതിനായി ഒരു യാത്ര പോയി. ഈ അവസരം കൃത്യമായി വിനിയോഗിച്ച കിനാരി പട്ടേൽ വിഷം കലർത്തിയ ഗ്ലൂക്കോസ് വെള്ളം ജിഗാറിനെ കൊണ്ട് അമിതമായി കുടിപ്പിച്ചു. അവന്റെ അസ്വസ്ഥത അധികമായതോടെ പെയിൻ കില്ലറാണെന്ന് പറഞ്ഞ് സയനൈഡ് ഫില്ല് ചെയ്ത ക്യാപ്സൂൾ അവന്റെ കയ്യിൽ കൊടുത്തു. ആദ്യം ആ ക്യാപ്സൂൾ കഴിക്കാൻ വിസമ്മതിച്ച ജിഗാർ അസുഖം കുറയാതെ വരികയും ഹോസ്പിറ്റലിലേക്ക് പോവാനായി കാറിന്റെ കീ തിരഞ്ഞിട്ടും കിട്ടാതെ വരികയും ചെയ്തതോടെ ഒരു താൽക്കാലിക ആശ്വാസത്തിനു വേണ്ടി കഴിക്കുകയായിരുന്നു. കാറിന്റെ കീ കിനാരി പട്ടേൽ മനഃപൂർവ്വം ഒളിപ്പിച്ചു വെച്ചതായിരുന്നു. സയനൈഡ് അകത്തെത്തിയതും ജിഗാർ തളർന്നു വീണു. നിമിഷ നേരങ്ങൾക്കുള്ളിൽ മരണം നടക്കുകയും ചെയ്തു. ഓൾറെഡി അസുഖബാധിതനായിരുന്നതിനാൽ ജിഗാർ കൊല്ലപ്പെട്ടതാണെന്ന് ആരും സംശയിച്ചില്ല. ജിഗാറിന്റെ മരണാനന്തര ചടങ്ങുകൾക്ക് ശേഷം കിനാരി അവളുടെ അടുത്ത ഇരയ്ക്ക് വേണ്ടി വല വിരിക്കാൻ തുടങ്ങി. ജിഗാറിന് കൊടുത്ത അതേ സ്ലോ പോയിസൺ അവൾ ഭൂമി പട്ടേലിനും കൊടുക്കാൻ തുടങ്ങി. കുടിക്കുന്ന വെള്ളത്തിൽ, കഴിക്കുന്ന ഭക്ഷണത്തിൽ എന്നിങ്ങനെ എല്ലാ മാർഗങ്ങളിലൂടെയും അവൾക്ക് പരമാവധി വിഷം നൽകിക്കൊണ്ടേയിരുന്നു. ഭൂമി പട്ടേലിന്റെ ആരോഗ്യം വഷളായി തുടങ്ങിയതോടെ മെയ് 31 അവളെ ഹോസ്പിറ്റലിൽ പ്രവേശിപ്പിച്ചു. ഈ സമയത്താണ് വീട്ടിലുള്ള 14 മാസം മാത്രം പ്രായമുള്ള മഹി പട്ടേലിനെ കുറിച്ച് കിനാരി ചിന്തിച്ചത്. ഭൂമി മാത്രം മരിച്ചിട്ട് കാര്യമില്ല, മഹി മരിക്കണം. അല്ലെങ്കിൽ അവൾ വലുതാവുമ്പോൾ ജിഗാറിന് അവകാശപ്പെട്ട സ്വത്തുക്കൾ മഹിക്ക് നൽകേണ്ടി വരും. അതിനാൽ ആ പിഞ്ചു കുഞ്ഞിനെയും കൊലപ്പെടുത്താൻ അവൾ തീരുമാനിച്ചു. ഭൂമി പട്ടേൽ ഹോസ്പിറ്റലിലായിരുന്നതുകൊണ്ട് തന്നെ ആ അവസരം മുതലെടുത്ത കിനാരി മഹിയുടെ വായിനകത്ത് സയനൈഡ് ഫില്ല് ചെയ്ത ക്യാപ്സ്യൂൾ തുരുക്കി കയറ്റി. ഒന്നും അറിയാതെ തൊട്ടിലിൽ കിടന്നുറങ്ങുകയായിരുന്ന ആ കുട്ടി നിമിഷ നേരങ്ങൾക്കകം മരണപ്പെട്ടു. എല്ലാവരും എന്തോ വിചിത്ര രോഗത്താൽ ബാധിക്കപ്പെട്ടു എന്ന് കുടുംബത്തെ വിശ്വസിപ്പിക്കുന്നതിൽ കിനാരി പട്ടേൽ വിജയിച്ചു. എന്നാൽ അഭിനയത്തിനപ്പുറം അവളുടെ മനസ്സിലെ സന്തോഷം പുറത്തു കാണാൻ തുടങ്ങിയതും അത് നരേന്ദ്ര പട്ടേലിന്റെ ശ്രദ്ധയിൽപ്പെട്ടതുമാണ് ഈ കൊലപാതകങ്ങൾ തെളിയിക്കപ്പെടാൻ കാരണമായത്. ചുരുക്കി പറഞ്ഞാൽ പിതാവിന്റെ കോടികൾ വിലമതിക്കുന്ന സ്വത്ത് ഒറ്റയ്ക്ക് കൈവശപ്പെടുത്തുക എന്നുള്ളതായിരുന്നു കൊലപാതകങ്ങളുടെ മോട്ടീവ്. പ്രതി അറസ്റ്റ് ചെയ്യപ്പെടുകയും കുറ്റസമ്മതം നടത്തുകയും ചെയ്തതോടെ പോലീസ് മഹി പട്ടേലിന്റെ ഡെഡ് ബോഡി പുറത്തെടുത്ത് പോസ്റ്റ്മോർട്ടം നടത്തി. ഇതോടെ ആ കുട്ടിയുടെ ശരീരത്തിൽ സയനൈഡിന്റെ സാന്നിധ്യം കണ്ടെത്തി.
കിനാരി പട്ടേലിന്റെ മുറിയിൽ നടന്ന പോലീസ് പരിശോധനയിൽ 50 ഗ്രാമോളം വരുന്ന വിഷവിത്തുകളും സയനൈഡ് ഫില്ല് ചെയ്യുന്നതിന് വേണ്ടി വാങ്ങിവെച്ച ക്യാപ്സ്യൂളുകളും കണ്ടെത്തി. ലാപ്ടോപ്പിൽ നിന്നും അവളുടെ ഇന്റർനെറ്റ് സെർച്ച് ഹിസ്റ്ററി പരിശോധിച്ചതോടെ സ്ലോ പോയിസനെ കുറിച്ചും സയനൈഡ് വാങ്ങുന്നതിനെക്കുറിച്ചുമുള്ള സെർച്ചുകൾ നടന്നിട്ടുള്ളതായി കണ്ടെത്തി. അങ്ങനെ കിനാരി പട്ടേലിന്റെ കുറ്റസമ്മതമൊഴിയുടെയും മറ്റു തെളിവുകളുടെയും അടിസ്ഥാനത്തിൽ പോലീസ് ഒരു കുറ്റപത്രം തയ്യാറാക്കി കോടതിയിൽ സമർപ്പിച്ചു. ഇതിനെ തുടർന്ന് കേസിലെ വിചാരണ ആരംഭിച്ചു. ഒടുവിൽ 3 വർഷത്തെ വിചാരണ നടപടികൾക്ക് ശേഷം 2022 ഏപ്രിൽ 4 സഹോദരൻ ജിഗാർ പട്ടേലിന്റെയും മരുമകൾ മഹിയുടെയും കൊലപാതകങ്ങൾക്കും ഭൂമി പട്ടേലിനെ കൊലപ്പെടുത്താൻ ശ്രമിച്ചതിനും കിനാരി പട്ടേലിന് ജീവപര്യന്തം തടവ് ശിക്ഷയാണ് കോടതി വിധിച്ചത്. സ്വത്തിനു വേണ്ടിയുള്ള ആർത്തി മനുഷ്യനെ കൊണ്ട് എന്തൊക്കെ ചെയ്യിപ്പിക്കുമെന്നുള്ളത് ഈ കേസിലൂടെ നമ്മൾ കണ്ടു. തെളിവുകൾ അവശേഷിപ്പിക്കാതെ ഒരു കൊലപാതകം നടത്തുക എന്നുള്ളത് ഒരിക്കലും സാധ്യമല്ല. എത്ര തന്നെ പ്ലാൻ ചെയ്ത് ഒരു കുറ്റകൃത്യം നടത്തിയാലും ഒരു തെളിവ് അവശേഷിക്കും. ആ തെളിവ് കണ്ടെത്തുക എന്നുള്ളത് മാത്രമാണ് പോലീസുകാർക്ക് ചെയ്യാനുള്ളത്. ഈ കേസ് തെളിയിക്കുന്നതിന് പോലീസിന്റെ ആവശ്യം പോലും ഉണ്ടായിരുന്നില്ല. നരേന്ദ്ര പട്ടേലിന്റെ മനസ്സിൽ തോന്നിയ ഒരു സംശയമാണ് ഈ കേസ് തെളിയിക്കാൻ കാരണമായത്. എന്താണ് ഈ കേസിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായമെന്ന് കമന്റ് ചെയ്ത് പറയൂ. പുതിയൊരു ഇൻവെസ്റ്റിഗേഷനുമായി വീണ്ടും കാണാം. ബൈ.